ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4ാം ക്ലാസ്സിലെ ഹോക്കി മാന്ത്രികൻ എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദിൻ്റെ ജീവിതത്തിലെ 2 സംഭവങ്ങളെപ്പറ്റി പറയുന്നതാണ്. ആദ്യം നമുക്ക് ധ്യാൻ ചന്ദിനെ പറ്റി കുറച്ച് വാക്കുകൾ പറയാം. ധ്യാൻ ചന്ദ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ധ്യാൻ ചന്ദ് 1905 ഓഗസ്റ്റ് 29 അലഹാബാദിൽ ജനിച്ചു. ഇന്ത്യക്ക് തുടർച്ചയായി ഒളിമ്പിക്സ് ഹോക്കിയിൽ 3 തവണ സ്വർണ്ണ മെഡൽ നേടിക്കൊടുത്ത ടീമുകളിലെ പ്രധാന കളിക്കാരനായിരുന്നു. കൂലിപ്പട്ടാളക്കാരനായി ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലി ചെയ്ത അദ്ദേഹത്തെ ഇന്ത്യൻ സർക്കാർ സ്വാതന്ത്ര്യത്തിന് ശേഷം പട്ടാളത്തിൽ മേജർ പദവി നൽകുകയും 1956 പത്മഭൂഷൺ നൽകി ആദരിക്കുകയും ചെയ്തു. ആ മാന്ത്രിക കളിക്കാരൻ 1979 ഡിസംബർ 3 ഡൽഹിയിൽ വെച്ച് അന്തരിച്ചു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ആർ രാധാകൃഷ്ണനെ പറ്റി ഏതാനും വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം 1941 തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ് ജനിക്കുന്നത്. പ്രധാന കൃതികൾ വനിതയും നിയമവും, വനിതകളും കായിക ലോകവും, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ, വിവരാവകാശ നിയമം ജനനന്മയ്ക്ക്, കളിക്കളത്തിലെ മഹാപ്രതിഭകൾ തുടങ്ങിയവയാണ്. ഇതിലെ തന്നെ കളിക്കളത്തിലെ മഹാപ്രതിഭകൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള ഹോക്കി മാന്ത്രികൻ എന്ന പാഠഭാഗം. ആദ്യം തന്നെ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം. ഹോക്കി മാന്ത്രികൻ. 1932 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലെ ഹോക്കി മത്സര രംഗം. ആതിഥേയരായ അമേരിക്കൻ ടീം ഭാരതത്തെ നേരിടുകയാണ്. ആ വാശിയേറിയ മത്സരം കാണാൻ ധാരാളം സ്പോർട്സ് പ്രേമികൾ എത്തിയിട്ടുണ്ട്. കളി ആരംഭിച്ചു. കാണികളുടെ ഇടയിൽ നിന്ന് ആർപ്പുവിളികൾ ഉയർന്നു. അവർ നൽകിയ പ്രോത്സാഹനത്തോടൊപ്പം ഉണർന്നു കളിക്കാൻ അമേരിക്കൻ കളിക്കാർ കിണഞ്ഞു ശ്രമിക്കുകയാണ്. പക്ഷേ ഭാരത ടീമിൻ്റെ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഗോൾ വലയിൽ തുരുതുരാ ഗോളുകൾ വീണുകൊണ്ടിരുന്നു. കളിയുടെ പകുതി സമയമായി. റഫറിയുടെ വിസിൽ മുഴങ്ങി. പെട്ടെന്ന് കുറേ അമേരിക്കൻ കളിക്കാർ ഓടി വന്ന് റഫറിയെ വളഞ്ഞു. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. റഫറി കാര്യം അന്വേഷിച്ചു. ഭാരതത്തിൻ്റെ ആക്രമണ നിരയിൽ കുന്തമുനിയായി കളിച്ച കറുത്തുകുറിയ ഒരു കളിക്കാരൻ്റെ ഹോക്കി സ്റ്റിക്കിനെ പറ്റി അവർ പരാതി പറയുകയാണ്. അയാളുടെ ഹോക്കി സ്റ്റിക്കിന് എന്തോ മാന്ത്രിക ശക്തിയുണ്ട്. അത് വെച്ച് കളിക്കുവാൻ അയാളെ അനുവദിക്കരുത്. അതായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. റഫറി അത്ഭുതപ്പെട്ടുപോയി. ഇത്ര വിചിത്രമായ ആവശ്യമോ? അമേരിക്കക്കാർ സംശയിച്ചതിൽ അത്ഭുതമില്ല. പകുതി സമയത്തിനകം തന്നെ ആ മാന്ത്രിക വടിയിൽ നിന്നും 5 ഗോളുകളാണ് അമേരിക്കൻ ഗോൾ വലയ്ക്കകത്തേക്ക് പാഞ്ഞു കയറിയത്. ലോകം അംഗീകരിച്ച അളവുകൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെട്ട ആ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിക്കാൻ പാടില്ലെന്ന് റഫറി എങ്ങനെ പറയും? അയാൾ അമേരിക്കൻ കളിക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവരുണ്ടോ വഴങ്ങുന്നു? അങ്ങനെ വിഷമിച്ചു നിന്ന റഫറിയുടെയും പതറി നിന്ന അമേരിക്കൻ കളിക്കാരുടെയും ഇടയിലേക്ക് ആ മന്ത്രവടിയുടെ ഉടമ അതാ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്നു. ഈ കുഴങ്ങിയ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചു എന്ന മട്ടിലാണ് അയാളുടെ വരവ്. ചിരിച്ചുകൊണ്ട് തന്നെ അയാൾ പരിഹാരമാർഗം നിശ്ചയിച്ചു. അടുത്ത പകുതിയിൽ തൻ്റെ മാന്ത്രിക വടി ഉപയോഗിച്ച് അമേരിക്കൻ കളിക്കാരിൽ ആരെങ്കിലും കളിക്കട്ടെ. അയാളുടെ ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് താനും കളിച്ചു കൊള്ളാം. ഇതായിരുന്നു നിർദ്ദേശം. എല്ലാവർക്കും തൃപ്തിയായി. നല്ല പരിഹാരമാർഗം. റഫറിക്കോ വളരെ സന്തോഷം തോന്നി. അങ്ങനെ സ്റ്റിക്കുകൾ കൈമാറുകയും ചെയ്തു. വീണ്ടും കളി ആരംഭിച്ചു. ആ കുറിയ കളിക്കാരൻ ആക്രമണ നിരയിൽ ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. അയാൾ തന്നെ വീണ്ടും ഗോളടിച്ച് കയറ്റുന്നു. 1 അല്ല 2 അല്ല 3 ഗോളുകൾ. തുടരെ ഗോൾ കയറിയപ്പോൾ അമേരിക്കൻ കളിക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു. ആ വടിയല്ല പ്രശ്നം, അയാളാണ്, ആ കളിക്കാരൻ. അയാളൊരു ഹോക്കി മാന്ത്രികൻ തന്നെ. കളി അവസാനിച്ചപ്പോൾ ഭാരതം അമേരിക്കയെ 24-1 എന്ന ക്രമത്തിൽ തോൽപ്പിച്ചിരുന്നു. ഒളിമ്പിക്സ് ഹോക്കിയുടെ ചരിത്രത്തിൽ അതിന്നും ഒരു റെക്കോർഡായി നിലനിൽക്കുന്നു. അതിൽ 8 ഗോളുകളും അടിച്ചത് മന്ത്രവടിയുടെ ഉടമയായി അമേരിക്കക്കാർ ചിത്രീകരിച്ച കളിക്കാരനായിരുന്നു മേജർ ധ്യാൻ ചന്ദ്. ലോകത്തെ മുഴുവൻ സ്വന്തം ഹോക്കി പാടവം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ മാന്ത്രിക കളിക്കാരൻ. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഭാരതം ആദ്യമായി ഫൈനലിൽ കടന്നു.
ഏറ്റുമുട്ടേണ്ടത് ആതിഥേയ ടീമായ ഹോളണ്ടിനോടായിരുന്നു. നിർഭാഗ്യവശാൽ ഭാരത ടീമിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ 5 കളിക്കാർക്ക് അസുഖവും അവശതയും. അവർക്കാർക്കും കളിക്കാനാകുമായിരുന്നില്ല. അക്കൂട്ടത്തിൽ ധ്യാൻ ചന്ദും ഉണ്ടായിരുന്നു. സ്വന്തം നാട്ടുകാരുടെ പ്രോത്സാഹനത്തോടെ വീറിലും വാശിയിലും കളിക്കുന്ന ഹോളണ്ട് ടീമിനെ എങ്ങനെ തടഞ്ഞു നിർത്താനാകും? ആദ്യമായി ഹോക്കിയിൽ സ്വർണം നേടാൻ കിട്ടിയ അവസരം എങ്ങനെ ഫലപ്രദമാക്കും? കളിക്കാർക്ക് ആത്മധൈര്യം നഷ്ടപ്പെട്ടു. മുറിയുടെ മൂലയിൽ ശരീരമാകെ ചുട്ടുപൊള്ളി മൂടി പുതച്ച് കിടക്കുകയായിരുന്നു ധ്യാൻചന്ദ്. പെട്ടെന്ന് അദ്ദേഹം കിടക്കയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റു. മാതൃരാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിക്കാട്ടാൻ ആ ധീരനായ പടയാളി കളിക്കിറങ്ങാൻ തീരുമാനിച്ചു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലിറങ്ങാൻ ധ്യാൻചന്ദ് തയ്യാറായി. അചഞ്ചലമായ ആ വിശ്വാസ പ്രകടനം കണ്ടപ്പോൾ മറ്റു കളിക്കാർക്കെല്ലാം ആത്മധൈര്യം വീണ്ടും കിട്ടി. അതുല്യമായ പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. 3-0 ഹോളണ്ടിനെ തോൽപ്പിച്ച ഇന്ത്യ ഹോക്കിയിലെ ആദ്യ ഒളിമ്പിക് സ്വർണം നേടി. ധ്യാൻചന്ദിൻ്റെ ആവേശവും രാജ്യസ്നേഹവുമായിരുന്നു അതിന് സഹായിച്ചത്. പാഠഭാഗം ഹോക്കിയിലെ അത്ഭുത പ്രതിഭയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയും അദ്ദേഹത്തിൻ്റെ മഹത്തായ സിദ്ധിയെപ്പറ്റി നമ്മളോട് പറയുകയുമാണ് ചെയ്യുന്നത്. ധ്യാൻചന്ദിൻ്റെ മനോഹരമായ പ്രകടനം, അമേരിക്കക്കാരെ അത്ഭുതപ്പെടുത്തിയ അനുഭവം ആദ്യം തന്നെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നു. അങ്ങനെ ആ കളിക്കാരൻ്റെ കയ്യിലുള്ള ഹോക്കി സ്റ്റിക്കിനെ മാന്ത്രിക വടിയായി അമേരിക്കക്കാർ തെറ്റിദ്ധരിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനത്തിൻ്റെ ആ ഒരു മഹാത്മ്യം കൊണ്ടാണ്. അത്രയും വലിയ കളിക്കാരനായിരുന്നു ധ്യാൻചന്ദ്. അതുകൊണ്ട് തന്നെ കയ്യിലൊരു മന്ത്രവടിയും പിടിച്ച്, ഒരു മന്ത്രവാദിയെപ്പോലെ മന്ത്രവടിയും പിടിച്ചാണ് അയാൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് അയാൾ ഇങ്ങനെ ഗോളടിച്ച് ഇത്രയും ജയം നേടുന്നത് എന്ന് അവർ ചിന്തിച്ചു. പക്ഷേ എതിർ ടീമിനെ അമ്പരപ്പിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി ഇല്ലാതെ മറ്റൊരു ഹോക്കി സ്റ്റിക്ക് ഉപയോഗിച്ച് കളിച്ചപ്പോഴും അതേപോലെ വിജയങ്ങൾ നേടാൻ, ഗോളുകൾ അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അസാമാന്യ പ്രതിഭയെയാണ് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്നത്. അത്രയും നല്ലൊരു ധീരനായ കളിക്കാരനായിരുന്നു, അത്രയും നല്ല കഴിവുള്ളൊരു കളിക്കാരനായിരുന്നു ധ്യാൻചന്ദ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതേപോലെ രണ്ടാമതായി പറഞ്ഞ ഉദാഹരണം, അവിടെ തനിക്ക് വയ്യാതിരുന്ന അവസരത്തിൽ, ഒട്ടും വയ്യാതെ ചുട്ടുപൊള്ളി കിടന്ന ഒരു സമയത്ത് തൻ്റെ രാജ്യത്തിന് വേണ്ടി തൻ്റെ കളി ജയിക്കേണ്ടതായിട്ടുണ്ട്, ഫൈനലിൽ കടക്കേണ്ടതായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു ബോധ്യത്തോടെ അദ്ദേഹം വയ്യാത്ത ഒരവസരത്തിൽ പോലും ജേഴ്സി അണിഞ്ഞ് എഴുന്നേറ്റ് വന്ന് കളിച്ച് അവിടെയും ഒരുപാട് നല്ല വിജയം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അങ്ങനെ ഇത്തരത്തിൽ ധ്യാൻചന്ദ് എന്ന് പറയുന്ന അത്ഭുത പ്രതിഭയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ധ്യാൻചന്ദിനെ പോലെ ഉയർന്നു വരാനും നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാനും നമ്മുടെ മേഖലയിൽ കഴിവ് തെളിയിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.